ഹലോ എവ്രിവൺ. 1965-67 കാലയളവിൽ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് 75 ലക്ഷം ടൺ ഗോതമ്പാണ് ഇറക്കുമതി ചെയ്തത്. പക്ഷേ 10 വർഷത്തിനുള്ളിൽ ഇറക്കുമതി ഏതാണ്ട് പൂജ്യമായി. ഈ അത്ഭുതത്തിനു പിന്നിലെ കാരണമെന്തെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ ഇന്ന് അതേപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളിലൊന്നായ ഗ്രീൻ റവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവത്തെ പറ്റി. ഇന്ത്യൻ കാർഷിക മേഖലയുടെ ഗതി തന്നെ മാറ്റിമറിച്ചൊരു മൂവ്മെൻ്റാണ് 1960കളുടെ രണ്ടാം പകുതിയിൽ ആരംഭിച്ച ഗ്രീൻ റവല്യൂഷൻ. ഭക്ഷ്യധാന്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക വഴി രാജ്യത്തെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം. അതുവഴി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാനും ലക്ഷ്യമിട്ടു. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമായിരുന്നു. അതിനാൽ തന്നെ ഇറക്കുമതിയെ വലിയ അളവിൽ ആശ്രയിക്കേണ്ടി വന്നു. ഈ സാഹചര്യത്തിലാണ് ഗ്രീൻ റവല്യൂഷൻ വരുന്നത്. അങ്ങനെ ഗോതമ്പ്, അരി തുടങ്ങിയ ധാന്യങ്ങളുടെ കൃഷി രാജ്യത്തെ വ്യാപകമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിനായി പുതിയ കാർഷിക രീതികൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഉയർന്ന ഉൽപാദനക്ഷമതയുള്ള വിത്തുകൾ ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ വിളയുടെ തോതിലും വർധനവുണ്ടായി. കീടനാശിനികൾ കീടങ്ങളിൽ നിന്നും വിളയെ സംരക്ഷിച്ചു. വളങ്ങൾ അവയുടെ വളർച്ചയെ ഉത്തേജിപ്പിച്ചു. കനാലുകൾ, കുഴൽ കിണറുകൾ എന്നിവയിലൂടെ ജലസേചനം ചെയ്തു തുടങ്ങിയതും ഗുണം ചെയ്തു. ഇന്ത്യയിലെ ഗ്രീൻ റവല്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാർഷിക ശാസ്ത്രജ്ഞനായിരുന്ന MS സ്വാമിനാഥനാണ്. രാജ്യത്തേക്ക് ഉൽപാദനക്ഷമതയുള്ള വിത്തുകളും പുതിയ ഫാമിംഗ് ടെക്നിക്കുകളും കൊണ്ടുവരുന്നതിൽ അദ്ദേഹം പങ്കുവഹിച്ചു. ഗ്രീൻ റവല്യൂഷന്റെ ഫലമായി ഇവിടെ ഭക്ഷ്യധാന്യ ഉൽപാദനം കൂടുകയും ഭക്ഷ്യക്ഷാമം കുറയുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യ ഭക്ഷ്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തമായ രാജ്യമായി മാറി. കൃഷിക്ക് കൂടുതൽ അനുയോജ്യ സാഹചര്യങ്ങളുള്ള സംസ്ഥാനങ്ങളായ പഞ്ചാബ്, ഹരിയാന, UPയിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് ഏറ്റവും അധികം മാറ്റങ്ങൾ ഉണ്ടായത്. എന്നാൽ ഗ്രീൻ റവല്യൂഷന് ചില ഡാർക്ക് സൈഡ്സും ഉണ്ടായിരുന്നു. കെമിക്കൽസും വെള്ളവും വലിയ അളവിൽ ഉപയോഗിക്കുന്നത് ക്രമേണ മണ്ണിന്റെ ഗുണത്തെ നശിപ്പിക്കും എന്നതായിരുന്നു നേരിട്ട പ്രധാന വിമർശനം. അതുപോലെ തന്നെ റീജിയണൽ ഇനീക്വാളിറ്റിയും പദ്ധതിക്ക് പേരുദോഷമുണ്ടാക്കി. ചില പ്രദേശങ്ങൾക്ക് കാര്യമായൊന്നും ലഭിക്കാത്തത് പുവർ ആൻഡ് റിച്ച് ഫാമിംഗ് ഏരിയാസിലെ വിടവ് വലുതാക്കി എന്ന വാദത്തിൽ കാര്യമുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഗുണപരമായ പല മാറ്റങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അതിനാലുണ്ടായ എൻവയോൺമെന്റൽ ആൻഡ് റീജിയണൽ പ്രോബ്ലംസ് മറക്കാനാകില്ല. എങ്കിൽ കൂടിയും ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു റവല്യൂഷണറി ഇനിഷ്യേറ്റീവ് തന്നെയാണ്. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.